നമ്മുടെ യൂസുഫ് മുസ്ലിയാരെ അവസാനത്തെ ഉപചോദ്യമാണ്. നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്, പെട്ടെന്ന് ചോദിക്കാം. ഫൈസൽ മൗലവി ഇവിടെ ഒന്ന് വന്ന് നിന്ന പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കായിരുന്നു. ഫൈസൽ മൗലവി ഉസ്താദ് ഇവിടെ വന്ന് നിന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കായിരുന്നു. ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചോളേ. മൂപ്പര് പറഞ്ഞത് നേരത്തെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. അതായത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇരുമ്പ് വളച്ച് പടയങ്കി നെയ്ത് കൊണ്ടാ എന്ന് പറഞ്ഞത് കറാമത്ത് മൊയ്ജിസത്തൊക്കെ ഫായിൽ അള്ളാഹ് ആയതുകൊണ്ട് അവരോട് ചോദിക്കാൻ പാടില്ല, അങ്ങനെയല്ലേ പറഞ്ഞത്? ഫായിൽ അള്ളാഹു ആണ്, കറാമത്ത് മൊയ്ജിസത്തിന്റെ ഒക്കെ ഫായിൽ അള്ളാഹു ആണ്. പക്ഷെ ഇവിടെ ദാവൂദ് നബിയോട് പടയങ്കി നെയ്ത് കൊണ്ടാന്ന് പോയി ആവശ്യപ്പെട്ടു. അപ്പൊ അള്ളാഹിനോടല്ലേ ചോദിക്കേണ്ടിയിരുന്നത്? അഭൗതികമാണ് എന്ന് നിങ്ങൾ പറയുകയും ചെയ്തു. അങ്ങനെ ഇത്രയും കേട്ടിട്ട് മനസ്സിലായത് അഭൗതികമായ ഒരു കാര്യം ഇത്രയും നേരം വിശദീകരിച്ചിട്ട് യൂസുഫ് മുസ്ലിയാർക്ക് അതാണോ മനസ്സിലായത്? എന്നാ ഒരു ചോദ്യം കൂടി ഒന്നുകൂടി. അപ്പൊ എന്നാല് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എന്റെ വെള്ളപ്പാണ്ട് മാറ്റിത്തരണേ എന്ന് പറയാൻ പറ്റുമോ? അതാണ് ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കാനുള്ളത്. നിങ്ങൾ ദ്വയർക്കോ ഈസാ നബിയെ എന്റെ രോഗം മാറ്റണേന്ന് നിങ്ങൾ അന്നത്തെ ജനത ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ആദ്യം നമുക്ക് മുമ്പിലുള്ള തീരുമാനമൊക്കെ നമുക്ക് മരണശേഷമുള്ള പിന്നീട് യൂസുഫ് മുസ്ലിയാരെ ആദ്യം നമുക്ക് നേരിട്ടുള്ളത് തീരുമാനം. യൂസുഫ് മുസ്ലിയാര് പിന്നെ അന്നത്തെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തിന്റെ ചരിത്രവും ഈസാ നബിയുടെ അന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥയും ആളുകൾക്ക് മനസ്സിലാണെന്നുള്ള നിലക്കല്ലല്ലോ ഈ ചോദ്യം ചോദിക്കണത്. ഈ മോജിസത്തും കറാമത്തും ഉപയോഗപ്പെടുത്തിയിട്ട് യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിലേക്ക് തെളിവുണ്ടാക്കാനല്ലേ. അതുകൊണ്ട് തന്നെ ആ മോജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ ചോദിക്കാം. അപ്പോൾ വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തി കൊടുത്ത ഈസാ നബിയുടെ മോജിസത്ത് വെച്ചിട്ട് ഈസാ നബിയെ എൻ്റെ ക്യാൻസർ മാറ്റണമെന്ന് നമുക്ക് ചോദിക്കാമെന്ന ഒരു ജനറലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യമല്ലേ ഇത്? അതിൻ്റെ ആവശ്യമുണ്ടാ? നേർക്ക് നേരെ കറാമത്ത് കണ്ട ഈ മറിയം ബീവിയുടെ കറാമത്ത് കണ്ട സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന നേർക്ക് നേരെ കണ്ടതാണ്. അതല്ലേ ഇവിടെ വിശദീകരിച്ചത്. നിങ്ങൾക്ക് എന്താ അത് മനസ്സിലാത്തത്? ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും കിട്ടാത്ത രൂപത്തിലുള്ള വളരെ വിശിഷ്ടങ്ങളായ ഫലങ്ങൾ മറിയം ബീവിയുടെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുകയാണ്. എവിടുന്ന് ചോദിച്ചു? റബ്ബ് തന്നതാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആരാണോ തന്നത് ആ റബ്ബിനോടാണ് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിന്റെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ആ ചരിത്രം പഠിപ്പിച്ചു തരുന്നത് എന്തിനാണ് സഹോദര? നമുക്ക് മക്കളില്ലാത്തൊരവസ്ഥ വന്നാൽ, നമുക്ക് കുട്ടികളില്ലാത്തൊരവസ്ഥ വന്നാൽ റബ്ബേ നീ എനിക്ക് കുട്ടിയെ തരണം എന്ന് പറയാനാണ്. അതല്ലേ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയായിട്ട് കാണുന്നത്. എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ കാതങ്ങൾ താണ്ടി ഇവിടെ വന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് ചോദിച്ചത് എന്താണ്? ഉദൂനി അസ്തജിബ് ലക്കും. ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞു, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ. അല്ലാഹുവോട് ചോദിക്കണം എന്നല്ലേ? ഇതൊക്കെ ഉണ്ടായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ചോദ്യം കേൾക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും യൂസുഫ് മുസ്ലിയാർക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ ഏറ്റവും അർഹൻ റബ്ബാണ്. റബ്ബ് നമ്മുടെ കണ്ടനാടിയേക്കാളും അടുത്തവനാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബ്ബിനോട് ചോദിച്ചാൽ പോരെ? ആ ചോദ്യം ചോദിക്കുന്നതിന് പകരം ആ മോജിസത്തും കറാമത്തിന്റെയും സംഭവം എടുത്തു പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് തെളിയിക്കാൻ ഉദ്ദേശിക്കണത്? അത് ശരി. അപ്പൊ നിങ്ങൾ ചോദിക്കണ്ടേ? നമുക്ക് അമ്പിയാവുലിയാക്കന്മാരോട് ദ്വയർക്കണ്ടേ? അതിനല്ലേ ഇപ്പൊ നിങ്ങൾ തെളിവുണ്ടാക്കണത്? അതാണ് പറഞ്ഞത്. മോജിസത്തും കറാമത്തും കണ്ട ഈസാ നബിയുടെ മാതാവ് മറിയം ബീവിയുടെ സംഭവം വിശദീകരിച്ചുകൊണ്ട് സക്കരിയ അലൈഹി സ്വലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖുർആനിലുണ്ട്. ഇത്രയും വിശദമായി പറഞ്ഞിട്ടും നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകൂടി ആലോചിക്കാം. അവിടെ മറിയം ബീവിന്റെ കറാമത്ത് എന്താണ് അവിടെ ഉണ്ടായത്? കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖ. ഭക്ഷണം ഉണ്ടാകുകയല്ലേ ചെയ്തത്. അപ്പൊ ആ സമയത്ത് അവിടെ മറിയം ബീവിനോട്
അവിടെ സഹായം തേടിയിട്ടില്ല. നിങ്ങൾക്ക് എന്താ തെളിവ്? എന്താ ഉള്ളത്? അവിടെ എന്താ സഹായം? എന്താ കിട്ടിയത്? ഭക്ഷണം കിട്ടുക എന്നുള്ളതല്ലേ. ആ സമയത്ത് ഓ മറിയമ്മേ ആ ഭക്ഷണം ഒന്നും എനിക്ക് കൊണ്ടാന്ന് പറഞ്ഞാൽ ശിർക്കാവോ? നിങ്ങളെ കുഞ്ഞീതും അതിന് പറഞ്ഞ പ്രകാരം ശിർക്കാണ്. കാരണം അതിന്റെ വായിലാരാ ഭക്ഷണം കൊടുക്കുന്ന? ആരാ? അള്ളാഹു അല്ലേ. അള്ളാഹു ഭക്ഷണം കൊടുത്തുകൊണ്ട് മറിയം ബീവിനോട് ചോദിച്ചാൽ ശിർക്കാവും. അല്ല പിന്നെ ഒന്നും കൂടി ചോദിച്ചോട്ടെ. അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എന്റെ വെള്ളപ്പാണ്ട് മാറ്റിത്തരണേ എന്ന് അന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മുസ്ലിം എന്റെ മകന്റെ വെള്ളപ്പാണ്ടൊന്ന് മാറ്റിത്തരണേ എന്ന് തേടിയാൽ അത് ശിർക്കാണോ തൗഹീദാണോ? ശരി, അന്നുള്ള ഏതായാലും പറഞ്ഞു ജീവിച്ച് പോലൊക്കെ മരിച്ചു പോയല്ലോ. തേടിയവരും കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മ തേടാൻ പറ്റുമല്ലോ. അതല്ലേ നമ്മൾ തേടിയ ശിർക്കാണോ? അന്ന് തേടിയതോ? ഇന്ന് തേടിയ എന്താ? അന്ന് തേടിയതോ? അന്ന് എന്നാൽ സത്യമാണ്. മനുഷ്യ കൈവിൽപ്പെടാത്ത കാര്യം. രോഗം സുഖപ്പെടുത്താനുള്ളത് മനുഷ്യ കൈവിൽപ്പെട്ടതല്ലോ. അത് മരണപ്പെട്ടവരോട് ജീവിച്ചിരിക്കുന്നവരോട് തേടിയാലും ചോദിക്കട്ടെ. നിങ്ങൾ ചോദിച്ചോട്ടെ, ചോദിക്കട്ടെ. അത് മനുഷ്യ കഴിവിന് അതീതമായ കാര്യം. രോഗം സുഖപ്പെടുത്തുക എന്നുള്ളത് മനുഷ്യ കൈവിൽപ്പെട്ട കാര്യമല്ലല്ലോ. അല്ല, അത് മനുഷ്യ കൈവിൽപ്പെടാത്ത കാര്യമായതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരോടായിരുന്നു. എന്നാൽ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായം തേടൽ ശിർക്കാണ്. നമുക്ക് ആദ്യം ജീവിച്ചിരിക്കുന്നവരോടുള്ള സഹായത്തേട്ടം ശിർക്കാകുന്നതും അല്ലാത്തതും നമുക്ക് തീരുമാനിച്ചിട്ട് എന്നിട്ട് നമുക്ക് അടുത്ത നമുക്ക് മരണപ്പെട്ടയിലേക്ക് കടക്കാം. അപ്പം ജീവിച്ചിരിക്കുന്നവരോടുള്ള സഹായത്തേട്ടം, കറാമത്ത് മുജിസത്ത് മുഖേനയുള്ള സഹായത്തേട്ടം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എന്റെ മകന്റെ വെള്ളപ്പാണ്ട് മാറ്റിത്തരണേ എന്ന് അന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മുസ്ലിം ഈസാ നബിനോട് പോയി ചോദിക്കുന്നതും, ദാവൂദ് നബിയെ എനിക്ക് അങ്ങയുടെ മുജിസത്ത് കൊണ്ട് ഇരുമ്പിനെ വളക്കാനുള്ള, ഇരുമ്പിനെ മാർദ്ദവമാക്കി കിട്ടിയ ആ മുജിസത്ത് മുഖേനയുള്ള ഒരു പടയങ്കി എനിക്ക് നെയ്തു തരണേ എന്ന് ആവശ്യപ്പെടുന്നതും, ഈ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അങ്ങയുടെ എന്നെ ഒന്ന് മക്കയിലേക്ക് ഒന്ന് എത്തിച്ചു തരണേ, ഈ മൂന്നും ശിർക്കാണോ? അതായത് ഇസ്ലാമിനോട് എന്റെ രോഗം സുഖപ്പെടുത്തി തരണേ എന്ന് പറയുന്നത് അത് ശിർക്കാണോ തൗഹീദാണോ? പക്ഷെ ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, മറക്കാൻ പാടില്ല. ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, വഫാത്തായിട്ടില്ല. ശരി, ഈസാ നബി ഹയാത്തിലുണ്ട്, വഫാത്തായിട്ടില്ല. അപ്പൊ ഇപ്പോഴും അന്നും ഒരുപോലെ ആവണം. നിങ്ങൾ എനിക്ക് പ്രകാരം എന്താ നേരിട്ടല്ലേ? പരിധിയില്ലാതെ വല്ലാതെ എന്നെ വിളിച്ചോർക്ക് വായു പൂളത്തുകയും ചെയ്യാം. അപ്പൊ നേരിട്ടല്ലേ? അത് ശരി. അപ്പൊ നിങ്ങള് സുന്നിന്ന് വിട്ടു. നമ്മളെ കാണുന്നില്ലേ? നിങ്ങൾ പറയും കാണുന്നില്ല. അന്നത്തെ നിയമം പോട്ടെ, തൗഹീദ് അന്നും ഇന്നും ഒന്നാണ്. അല്ല, ഒക്കെ പറഞ്ഞുതരാം, അതൊക്കെ നിങ്ങൾ ചോദിച്ചൊക്കെ പറയും, ചോദിച്ചൊക്കെ പറയും. പക്ഷേ അത് നിങ്ങൾ ഒന്നുകൂടി, നിങ്ങൾക്ക് കിട്ടില്ലോ, നിങ്ങൾക്ക് അവിടെ ഇട്ടില്ലോ, പള്ളന്നിരിക്കില്ല അവിടെ നിന്നൂടി ഒക്കെ പറയും. ഇൻഷാ അല്ലാഹ് ഒരു പ്രശ്നവുമില്ല. അൽഹംദുലില്ലാഹ് ഇപ്പം ബൈക്ക് വരുന്നുണ്ട്. ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, വഫാത്തായിട്ടില്ല. നിങ്ങൾ അസ്ർ പ്രകാരം ഈസാ നബി സ്വല്ലല്ലാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ മുഖാമുഖം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെള്ളപ്പാണ്ട് ഉണ്ടെങ്കിൽ ഈസാ നബി കാണുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ തേടുന്നില്ല. അപ്പൊ വല്ലാത്ത അക്രമല്ലേ? മരിച്ചിട്ടില്ല, ഈസാ നബി വഫാത്തായിട്ടില്ല. അപ്പൊ മുസ്ലിയാർ എങ്ങളെ ഉള്ളു പറയുന്നു ഇത് ശരിയല്ല. ഇനിയിപ്പോഴുള്ള പ്രശ്നം എന്താണ്? ഈസാ നബിയുടെ കാലത്ത് അന്ന് പോയി എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് ഒരാൾ അന്ന് പറഞ്ഞാൽ അതിന്റെ ഹുക്കം എന്താണ് എന്ന്? ആ കാലത്ത് ഒരാൾ അന്ന് പോയി ചോദിച്ചിട്ട് നമ്മൾ പോക്ക് പറയണോ? 1. 2, രോഗം സുഖപ്പെടുത്താനുള്ള കഴിവ് ഈസാ നബിക്ക് അല്ലാഹ് കൊടുത്തിട്ടേയില്ല. പറഞ്ഞുതരാം, ഒക്കെ പറഞ്ഞുതരാം. ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം സുഖപ്പെടുത്താനുള്ള കഴിവ് കൊടുത്തിട്ടില്ല. അപ്പം മുസ്ലിയാരുടെ സംശയം, ഞാൻ സുഖപ്പെടുത്തുന്നു എന്ന് ഖുർആനിലുണ്ടല്ലോ, അപ്പൊ കഴിവില്ലേന? തൊട്ടപ്പുറത്തെന്താ? അന്നി അഖ്ലുഖു, ഞാൻ സൃഷ്ടിക്കുന്നു. അവിടെ നിങ്ങൾ പറയോ ഈസാ നബിയാണ് ഖാലിഖ് എന്ന്? അന്നി അഖ്ലുഖു, ഞാൻ സൃഷ്ടിക്കുന്നു. അപ്പൊ ഖാലിഖാരച്ച ഈസാ നബി എന്ന് താങ്കൾ പറയോ? ഖുർആന്റെ പ്രയോഗല്ലേ? ഖുർആനിൽ വ്യക്തമായി പറയാൻ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് ഖാലിഖ് അല്ലാഹ് മാത്രമല്ല, ഖാലിഖ് ഈസാ നബിയുമാണ് എന്ന് പറയുമോ? താങ്കൾ പറയില്ല, നമ്മളാരും പറയില്ല. എന്നതുപോലെ തന്നെ വെള്ളപ്പാണ്ടുകാരനെയും ജന്മാന്ധനെയും കുഷ്ഠരോഗിയും ഒക്കെ ഞാൻ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് രോഗം സുഖപ്പെടുത്താനുള്ള കഴിവ് ഈസാ നബിക്കുണ്ട് എന്നല്ല അതിനർത്ഥം. അങ്ങനെ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുമില്ല, തിരിച്ചു പറഞ്ഞിട്ടുമുണ്ട്. തഫ്സീർ റാസിയിൽ അല്ലാമ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് ഈ ആയത്തിൽ തന്നെ പറയുന്നു, കാന ഈസാ അലൈഹിസ്സലാം, ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു
ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമായിരുന്നത് ഹുവല്ലദി കാന ഈസാ ഇസ്ലാം യുഹ്യിൽ അംവാത ബിയാ ഹയ്യു യാ ഖയ്യൂം. യാ ഹയ്യു യാ ഖയ്യൂം എന്ന് വിളിച്ച അല്ലാഹുവോട് ഈസാ നബി സ്വല്ലല്ലാഹു ദുആ ചെയ്യും. ആ ദുആക്കുള്ള ഇജാബത്തായിരുന്നു ഏത്? മരിച്ചവരെ ജീവിപ്പിച്ചത്. അതേപോലെ ഈ പ്രാർത്ഥനയും രോഗം സുഖപ്പെടുത്തലും വമാ കാനത്ത് മുദാവാതുഹു ഈസാ നബിയുടെ ചികിത്സ ആയിരുന്നില്ല ഇല്ലാ ബിദ്ദുആഇ വഹ്ദഹു, പ്രാർത്ഥന കൊണ്ട് മാത്രമായിരുന്നു, അല്ലാതെ ഒന്നുമല്ല. പ്രാർത്ഥന കൊണ്ട് മാത്രമായിരുന്നു. അപ്പൊ കുഷ്ഠരോഗികൾ, വെള്ളപ്പാണ്ടുകാർ, ജന്മാന്ധന്മാർ ഈസാ നബിയുടെ മുമ്പിൽ വരും. എന്നിട്ട് ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി അവർക്ക് വേണ്ടി ദുആ ചെയ്യും. ആ ദുആയുടെ ഉത്തരമായി കൊണ്ട് കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടും. അല്ലാതെ രോഗം സുഖപ്പെടുത്താനുള്ള കഴിവ് ഈസാ നബിക്കില്ല. അല്ലാഹുമ്മ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക. അല്ലാഹുവേ, നീയാണ് ശിഫ നൽകുന്നവൻ, നിന്റെ ശിഫയല്ലാതെ വേറെ ശിഫ ഇല്ല എന്നാണ് നബി ഞങ്ങളെ പ്രാർത്ഥന. സ്വഹാബി ചോദിച്ചു, എന്താ നബികൾ അങ്ങനെ പറഞ്ഞത്? ഈസാ നബി ഷാഫിയല്ലേ എന്ന് ചോദിച്ചു. അന്ന് നിങ്ങൾ ചോദിക്കും, അതാ വ്യത്യാസം. അതേപോലെ അന്നി അഖ്ലുഖു, ഞാൻ സൃഷ്ടിക്കുന്നു. അതിനർത്ഥം ഈസാ നബി ഇസ്ലാം സൃഷ്ടിച്ചു എന്നല്ലല്ലോ. പിന്നെ എന്താ അഖ്ലുഖു? അന്നി ഉസവ്വിറു വ ഉഖദ്ദിറു എന്നാണ് തഫ്സീർ നൽകപ്പെട്ടത്. ഞാൻ രൂപപ്പെടുത്തിയെടുക്കുന്നു, ഞാൻ അതിന് മണ്ണ് കൊണ്ട് കുഴച്ച് രൂപപ്പെടുത്തി കൊണ്ടുവരുന്നു എന്ന അർത്ഥമേ അവിടെ അഖ്ലുഖുനുള്ളൂ. അല്ല ആ ആയത്ത് വെച്ചിട്ട് ഈസാ നബി ഖാലിഖാണെന്ന് പറയണ്ട. ഈ പ്രയോഗം വെച്ചിട്ട് ഈസാ നബിക്ക് രോഗം സുഖപ്പെടുത്താൻ കഴിവുണ്ട്, ഈസാ നബിയും ഷാഫിയാണ് എന്ന് പറയുന്ന പോലെ ആ ഈസാ നബി ഇസ്ലാം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നമ്മളാരും ഇന്നേ വരെ ഒരു മരിച്ചാളെ ജീവിപ്പിക്കാൻ തേടിയോ? കറാമത്തെ മുഴുജത്തിനെ ഇങ്ങനെ തെറ്റായി താങ്കളെപ്പോലുള്ള ആളുകൾ സമുദായത്തിൽ പഠിപ്പിച്ചത് കൊണ്ടാണ് കൊളത്തൂരിൽ മയ്യത്ത് മറവാടാതെ പാത്തിച്ചത്. കറാമത്ത് അങ്ങനെ പഠിപ്പിച്ചത്. മയ്യത്തിന് കാവിലെന്നു എണീക്കുന്നു പറഞ്ഞു. പല സ്ഥലത്തും എണീറ്റ കഥകൾ പറഞ്ഞു കൊടുത്തു നിങ്ങളൊക്കെ, എണീപ്പിച്ച കഥകൾ പറഞ്ഞു കൊടുത്തു നിങ്ങളൊക്കെ. അത് യഥേഷ്ടം കഴിയുമെന്ന് പറഞ്ഞു. അപ്പൊ സഹോദര, അങ്ങനെ ഇല്ല, കുറ്റപ്പെടുത്തുകയല്ല. അതുകൊണ്ട് ഈസാ നബിയുടെ മുഴുജത്താവട്ടെ, ദാവൂദ് നബിയുടെ മുഴുജത്താവട്ടെ, ആ മുഴുജത്തൊന്നും യഥേഷ്ടം കൈകാര്യം ചെയ്യാനുള്ള സിദ്ധിയായി കഴിവായി അല്ലാഹു തആല നൽകിയതേ അല്ല. രോഗം സുഖപ്പെടുത്തിയത് പ്രാർത്ഥന കൊണ്ടാണ്. അതേപോലെ വഉഹിയിൽ മൗത, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുന്നു. വഉഹിയിൽ മൗത, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുന്നു. അതുകൊണ്ട് ആരാണ് മുഹ്യിൽ മൗത എന്ന് വെച്ചാൽ ഈസാ നബി എന്ന് പറയോ? ഇല്ല, മുഹ്യിൽ മൗത അല്ലാഹയാണ്. അപ്പൊ ഞാൻ ജീവിപ്പിക്കുന്നു പറഞ്ഞതോ ഈസാ ഇസ്ലാം ദുആ ചെയ്യും. ആ ദുആയുടെ ഫലമായി മരിച്ചാൾ എഴുന്നേറ്റു. അത് തഫ്സീറിൽ വന്നു. ഈസാ ഇസ്ലാം പ്രാർത്ഥിക്കുമെന്ത്? ബിയാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ഫലമായി ആ ആൾ മരിക്കുന്നു. കണ്ടോ? വമറ അലബ്നി മയ്യിത്തിൻ അജൂസിൻ, പ്രായമായ സ്ത്രീയുടെ ഒരു മകൻ മരിച്ചപ്പോൾ അതിനരികെ ഈസാ ഇസ്ലാം കടന്നുപോയി. ഫദഅല്ലാഹ, ഈസാ ഇസ്ലാം അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. ഫനസല അൻ സരീരിഹി ഹയ്യാ, അപ്പോൾ അയാൾ ജീവനോടെ തിരിച്ചു വന്നു. എങ്ങനെ ദുആ ചെയ്തു, ആ ദുആക്ക് ഉത്തരം കൊടുത്തു. ഇതാണ് അവിടുത്തെ മുഴുജിയത്ത്. അല്ല, രോഗം ശുഫാക്കാനുള്ള കഴിവ് ഈസാ നബിക്കില്ല, മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് ഈസാ നബിക്കില്ല, സൃഷ്ടിപ്പാത്താനുള്ള കഴിവ് ഈസാ നബിക്കില്ല. അതല്ല മുഴുജിയത്ത്. അതുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ, അഥവാ എന്റെ രോഗം സുഖപ്പെടുത്താൻ ഈസാ നബി കഴിയുമെന്ന അടിസ്ഥാനത്തിൽ ജീവിച്ചിരിക്കുന്ന ആൾ ചോദിച്ചാലും ശിർക്കാണ്, മരിച്ച ആളും ശിർക്കാണ്. സ്വയം കഴിവുണ്ട്, അല്ലെങ്കിൽ അവർക്കുള്ള കഴിവാണ് എന്നർത്ഥത്തിൽ ഈ സ്വയം കഴിവ് വേണ്ട, അത് നിങ്ങളെ വാദയിക്കോട്ടെ, അല്ലാത്ത അർത്ഥത്തിലേക്കോട്ടെ. അഥവാ എന്റെ മരിച്ചാളെ ജീവിപ്പിക്കാൻ ഈസാ നബിക്ക് കഴിയും, അല്ല കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസത്തിലാണെങ്കിലും ശരി, മരിച്ചാളെ ജീവിപ്പിച്ചു തരണേ എന്ന് ആ വിശ്വാസപ്രകാരം ജീവിതകാലത്ത് തേടിയാലും ശിർക്കാണ്, മരണശേഷം തേടിയാലും ശിർക്കാണ്. അല്ല കുഞ്ഞിത് മൊഴി പറഞ്ഞത്, മനുഷ്യ കഴിവിന് അധീനമായ കാര്യങ്ങൾ ജീവിച്ചിരിപ്പുള്ളവരോടോ മരിച്ചവരോടോ ചോദിക്കൽ അത് പ്രാർത്ഥനയാണ്, അത് ശിർക്കാണ്, സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഈസാ നബിന്റെ ജീവിതകാലത്ത് ആരും അങ്ങനെ ഈസാ നബിയെ പറ്റി മനസ്സിലാക്കിയിട്ടുമില്ല. മാത്രവുമല്ല അവിടേക്ക് എന്ന് പ്രത്യേകം പറഞ്ഞത് എന്തിനാണ്? ഈസാ നബിക്ക് ദൈവികമായ വല്ല കഴിവുമുണ്ടോ എന്ന് ആരെങ്കിലും ഒക്കെ വിശ്വസിച്ചാലോ വിചാരിച്ചാലോ എന്ന നിലയ്ക്ക് ആ വിചാരം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പ്രത്യേകം അങ്ങനെ പറഞ്ഞത് എന്ന് തന്നെ പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്യുന്നു.
അത് ഈസാ നബിയുടെ ഖുദ്റത്തല്ല എന്ന് പ്രത്യേകമായി റാസി റഹ്മത്തുള്ളാ സൂചിപ്പിക്കുന്നു. അതേ തഫ്സീറിൽ തന്നെ അത് അദ്ദേഹത്തിന് കഴിവല്ല, അങ്ങനെ അല്ല കഴിവ് കൊടുത്തിട്ടുമില്ല, അവരെ കഴിവേ അല്ല എന്ന് പ്രത്യേകം പറഞ്ഞു. ഇവിടെ ബിഇദ്നില്ലാ എന്ന് വിശദീകരിക്കുമ്പോൾ റാസി റഹ്മത്തുള്ളാ പറയുന്നു ഐ ഇല്ലാ ബി അൻ യൂജിദല്ലാഹുൽ മൗത വ ഇന്നമാ ദക ഈസാ അലൈഹിസ്സലാം ഹാദൽ ഖൈദ. എന്തിനാണ് ഈ ഉപാധി വെച്ചത്? അല്ലാഹുവിന്റെ അനുമതി പ്രകാരം എന്ന ഉപാധി എന്തിനു വെച്ചു? ഇസാലത്തൽ ലിശുബ്ഹതി, സംശയമില്ലാതാക്കാൻ, തെറ്റിദ്ധാരണ ഇല്ലാതാക്കാൻ, വതംബീഹൻ, ഓർമ്മപ്പെടുത്തുവാനുമാണ്. എന്ത്? അലാ അന്നി അഅ്മലു ഹാദ തസ്വീറ, ഈ രൂപപ്പെടുത്തൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. കളിമണ്ണ് കൊണ്ട് കുഴച്ച് പക്ഷിയുടെ രൂപമുണ്ടാക്കുന്ന പണിയെ ഞാൻ ചെയ്യുന്നുള്ളൂ. ഫഅമ്മാ ഖൽഖുൽ ഹയാതി, അതിൽ ജീവൻ കൊടുക്കുക എന്നത് ഫഹുവ മിനല്ലാഹി തആല, അത് അല്ലാഹുവിൽ നിന്നാണ്. അലാ സബീലി ഇൽഹാൽ മുഅ്ജിസാതി അലാ യദി റുസുലി, റസൂലുമാരുടെ കയ്യാൽ മുഅ്ജിസത്ത് വെളിവാക്കുക എന്ന നിലക്ക് അല്ലാഹയാണ് ആ ജീവൻ കൊടുത്തത്, ഞാനല്ല. ഞാൻ കടിമണ്ണ് കുഴക്കും, പക്ഷി രൂപമുണ്ടാക്കും, ഞാൻ ഊതും, അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൽ ജീവൻ കൊടുത്തത്, അതിനെ പക്ഷിയാക്കിയത് അല്ലാഹയാണ്, ഞാനല്ല. ഞാനാണാരും വിചാരിക്കണ്ട എന്ന് ബോധ്യപ്പെടുത്താനാണ് ബിഇദ്നില്ലാ എന്ന് പറഞ്ഞത് എന്ന് തഫ്സീറുൽ കബീർ. എന്നിട്ട് നിങ്ങൾ വിചാരിക്കുക അല്ല ഈസാ നബിയാണ് രോഗം സുഖപ്പെടുത്തിയത്, ഈസാ നബിക്ക് കഴിവുണ്ട്, അതുകൊണ്ടാണ് കുഞ്ഞിതുമൊഴി എഴുതിയത്. മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചോടോ തേടിയാൽ ശിർക്ക് തന്നെയാണ്, ഒരു സംശയവുമില്ല.